ഹോർമൂസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര കപ്പൽപാതയായി നിലനിർത്താനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ ഏറെക്കുറെ പരാജയപ്പെട്ട മട്ടാണ്. അതില് ഒമാനും ഇറാനും തമ്മിൽ ഒരു പരസ്പര ധാരണയുണ്ടാക്കി. ഒമാന്റെ ഭാഗത്തു നിന്ന് ഗൾഫ് ഓഫ് ഒമാനിൽ നിന്നാണ് ഹോർമൂസ് കടലിടുക്ക് വഴി ഗൾഫിലേക്ക് കപ്പലുകൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ഒമാൻ ഉൾക്കടൽ മേഖലയിൽ ഒമാനും പേർഷ്യൻ ഉൾക്കടൽ മേഖലയിൽ ഇറാന്റെ സാന്നിധ്യവും. അപ്പൊ അങ്ങനെ ഇരു രാജ്യങ്ങളും ചേർന്ന് ഈ ഇടുങ്ങിയ കപ്പൽപാത നിയന്ത്രിക്കുക എന്ന ധാരണ രൂപപ്പെടുകയുണ്ടായി. അതിനെതിരെ ഒമാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് വരെ ട്രംപ് ഭീഷണിപ്പെടുത്തുകയുണ്ടായി. ഏതായാലും ഇപ്പോഴും ഇറാന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഒമാന്റെ തീരത്തൂടെയുള്ള ഹോർമൂസ് കടലിടുക്കിന്റെ ഒരു കപ്പൽപാതയുണ്ട്. അതിലൂടെ നിരവധി കപ്പലുകൾ കടന്നു പോകുന്നുമുണ്ട്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട പാത എന്നത് ഇറാന്റെ തീരപ്രദേശത്തോട് ചേർന്ന് കടന്നു പോകുന്ന പ്രധാന കപ്പൽപാതയാണ്. അവിടെ ഇപ്പോഴും ഇറാന് കൃത്യമായ നിയന്ത്രണമുണ്ട്. IRGC ആ മേഖലയിൽ ഇപ്പോഴും സജീവ സാന്നിധ്യമാണ്. അവരുടെ നാവിക ബോട്ടുകൾക്ക്, വലിയ കപ്പലുകളൊന്നും അവർക്കില്ല, പക്ഷെ ഇറാന്റെ നാവിക ബോട്ടുകൾക്ക്, അവരുടെ ഗൺ ബോട്ടുകൾക്ക് ഇപ്പോഴും അവിടെ കപ്പലുകളെ ആക്രമിക്കാനുള്ള ശേഷിയുണ്ട്. അതോടൊപ്പം ഈ ഖാർഗ് ഐലൻഡ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഇറാന്റെ 90% വരുന്ന എണ്ണ പുറത്തേക്ക് കയറ്റി അയക്കുന്നത് ഖാർഗ് ഐലൻഡ് കേന്ദ്രീകരിച്ചുള്ള തുറമുഖവും അവിടുത്തെ ടെർമിനലുകളും വഴിയാണ്. അപ്പോൾ അവിടെ IRGCയുടെ സൈനിക സാന്നിധ്യവും ഉണ്ട്. സമീപകാലത്ത് അവിടെ മിസൈൽ വിക്ഷേപണ തറകൾ അടക്കം രൂപപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകൾ ഇറാന്റെ ഗൺബോട്ടുകളുടെ ആക്രമണത്തിന്റെ മുന്നിലാണ്. അതോടൊപ്പം ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്താനും എപ്പോൾ വേണമെങ്കിലും ഇറാന് സാധിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്നൊരു ഒരു വ്യത്യസ്തമായ ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര കപ്പൽപാതയായിരുന്ന ഹോർമൂസ്, അതിലൂടെ സ്വതന്ത്രമായിട്ട് കപ്പലുകൾ സഞ്ചരിച്ചിരുന്നു, ചരക്ക് കപ്പലുകൾ. ആ ദിശയിൽ ഒരു അന്താരാഷ്ട്ര കപ്പൽപാതയായി അതിനെ മാറ്റാൻ അമേരിക്കയുടെ സൈനിക നടപടികൾക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, സമീപകാലത്ത് അതിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ പുതിയ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണമാണോ അതോ അമേരിക്കൻ ആക്രമണമാണോ എന്നൊന്നും ഇപ്പോൾ വ്യക്തമായിട്ടില്ല. പക്ഷേ ഇറാനിലേക്ക് പോകുന്ന കപ്പലുകൾ പല രാജ്യങ്ങളിലും ഫ്ലാഗ് ചെയ്ത കപ്പലുകളാണ്. ഒരു ഷാഡോ ഫ്ലീറ്റ് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ഉപരോധത്തെ അതിലംഘിച്ചുകൊണ്ട് ഇറാന്റെയും റഷ്യയുടെയും എണ്ണക്കപ്പലുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എണ്ണയും പ്രകൃതിവാതകവും കടത്തിക്കൊണ്ടു പോകുന്നത് ഇത്തരത്തിൽ ഷാഡോ ഫ്ലീറ്റുകൾ വഴിയാണ്. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഫ്ലാഗ് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യത്തിലായിരിക്കും, ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലായിരിക്കും. അതിന്റെ ഫ്ലാഗ്, അതിന്റെ പതാക ഏതാണെന്നുള്ളത് പ്രധാനമല്ല. പക്ഷെ പലപ്പോഴും ഇത്തരം ചരക്ക് കപ്പലുകൾക്ക് പിന്നിൽ റഷ്യയുടെയോ ഇറാന്റെയോ ഒക്കെ എണ്ണ കടത്തിക്കൊണ്ടുപോകുന്ന അന്താരാഷ്ട്ര കള്ളക്കടത്ത് ശൃംഖല എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അപ്പം അത്തരത്തിലുള്ള ഷിപ്പുകൾ തിരിച്ചറിയാനും അവയെ ആക്രമിക്കുവാനും അമേരിക്കയും തയ്യാറാവുന്നുണ്ട്. അതുകൊണ്ട് ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഷാഡോ ഷിപ്പുകളിൽ പലതിലും ഇന്ത്യൻ നാവികരടക്കം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മാരിനേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കപ്പലുകൾക്കെതിരെയുള്ള ആക്രമണം ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ചൈനക്കാരോ ഒക്കെ ആയിട്ടുള്ള പൗരന്മാരുടെ മരണത്തിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ ആ രാജ്യങ്ങളും അതിൽ ഇടപെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ വളരെ സങ്കീർണമായ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടായിട്ടുണ്ട്. അതിനിടയ്ക്ക് ഹോർമൂസ് കടലിടുക്ക് പ്രദേശം അമേരിക്കൻ ടെറിട്ടറിയാണ് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചുവെങ്കിലും ആ പ്രഖ്യാപനത്തിലൊന്നും ഒരു കഥയുമില്ല. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുമില്ല. ആ അർത്ഥത്തിൽ ഇറാന്റെ നിയന്ത്രണത്തിലിരിക്കുന്ന ആ പ്രദേശത്തിൽ നിന്ന് ഇറാന്റെ സൈനിക ആക്രമണം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി സമ്പൂർണമായ സ്വതന്ത്ര കപ്പൽപാതയായി അതിനെ മാറ്റാൻ അമേരിക്കയ്ക്ക് കഴിയും എന്നുള്ളതാണ് ട്രംപിന്റെ വാദം. ആ വാദം വെറും വാദമായി നിലനിൽക്കുകയും അമേരിക്കയ്ക്ക് അത്തരത്തിൽ ഒരു ഹെജിമണി
ആ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ മേഖലയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ചില അപ്രതീക്ഷിതമായ ചില മേഖലയിൽ നിന്നും കൃത്യമായി മാർക്ക് ചെയ്യാത്ത മേഖലയിൽ നിന്നും ആക്രമണം ഉണ്ടാകുന്നുണ്ട് എന്ന വിവരങ്ങളും വരുന്നുണ്ട്. അതൊരു പക്ഷേ UAE ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറബ് രാജ്യങ്ങളാവാം. പുതിയ സൈനിക സഖ്യങ്ങൾ ആ മേഖലയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതിൽ ത്രികക്ഷി സഖ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് രൂപപ്പെടുത്തിയ ത്രികക്ഷി സഖ്യം ഇത് ആ മേഖലയുടെ സൈനിക ബലാബലത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ പലവിധ താല്പര്യങ്ങളും സൈനിക നാവിക ശക്തികളും നേരിട്ടും അല്ലാതെയും ഇടപെടുന്ന ഒരു മേഖലയായിട്ട് ഹോർമൂസ് മാറിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും അസ്ഥിരമായിട്ടുള്ള, ഏറ്റവും അധികം സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു കപ്പൽ പാതയായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയായ ഹോർമൂസ് മാറിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. സാർ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഒമാനും ഇറാനും ചേർന്ന് തുറക്കുന്ന പാതയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിൽ പോലും സുരക്ഷിതമായി കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇതിലൂടെ കഴിയുമെന്നൊരു പ്രത്യാശ കൂടിയുണ്ട്. അങ്ങനെ ഹോർമൂസിന്റെ തീരുമാനം പങ്കുവയ്ക്കാനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു നിർണായക തീരുമാനത്തിൽ എത്തുന്ന ഘട്ടത്തിൽ അമേരിക്കയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അമേരിക്ക അതിനെതിരെ ശക്തമായ നിലപാട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞല്ലോ. ഇവിടെ ഗൾഫ് ഓഫ് ഒമാനും പേർഷ്യൻ ഗൾഫും ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ കപ്പൽ പാതയാണല്ലോ ഈ ഹോർമൂസ് കടലിടുക്ക്. അതെ. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ ചേർന്നാലും അവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. കാരണം പേർഷ്യൻ ഗൾഫ് എന്ന് നമ്മൾ പറയുമ്പോഴും അതിന്റെ അങ്ങേ വശത്തുള്ളത് അറബ് രാജ്യങ്ങളാണ്. അതിൽ സൗദി അറേബ്യയുണ്ട്, UAE ഉണ്ട്, കുവൈറ്റ് ഉണ്ട്, ഖത്തർ ഉണ്ട്, ബഹ്റൈൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഈ കടലിനെ അറേബ്യൻ ഗൾഫ് എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പേർഷ്യൻ ഗൾഫ് എന്ന് പരമ്പരാഗതമായി വിളിച്ചു വന്നിരുന്നതാണ്. അപ്പോൾ ഈ ശീതസമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ കടലിടുക്കിനെ, ആ ഉൾക്കടലിനെ വെറും ഗൾഫ് എന്ന് മാത്രം സംബോധന ചെയ്യാനുള്ള കാരണം അതാണ്. അപ്പോൾ ഈ ഗൾഫിലെ ഒരു രാജ്യം മാത്രമാണല്ലോ ഇറാൻ. അപ്പോൾ ഈ ഇറാനും അതുപോലെ ഒമാനും ചേർന്ന് ഒരു കരാറുണ്ടാക്കുകയും ഈ കടലിടുക്കിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഗൾഫിലെ മറ്റ് രാജ്യങ്ങൾക്ക് ഒട്ടും സ്വീകാര്യമായിരിക്കില്ല. അത് മാത്രമല്ല, അമേരിക്കയ്ക്കും ഇതിനോട് കടുത്ത വിയോജിപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ഒരു പ്രാഥമികമായ അറേഞ്ച്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് നിലനിൽക്കാൻ സാധ്യതയില്ല. അവിടുത്തെ മേജർ പ്ലെയർ ഇപ്പോഴും അമേരിക്കയാണ്. അമേരിക്കൻ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഇറാനും ഒമാനും തമ്മിൽ ഒരു പരസ്പര ധാരണയുണ്ടാക്കി ഈ കപ്പൽ പാത തുറക്കാം എന്ന് വിചാരിച്ചാലും അത് നടക്കാൻ സാധ്യതയില്ല. അമേരിക്കയുടെ നാവിക ഉപരോധം അത്ര ശക്തമാണ്. അതിലൂടെ കടന്നു വരുന്ന ഇറാന്റെയും ഒമാന്റെയും അനുമതി വാങ്ങി അതിലൂടെ കടന്നു വരുന്ന കപ്പലുകളെ തടയുവാനും ഒരുപക്ഷെ ആക്രമിക്കാനുമുള്ള ശേഷി അമേരിക്കയ്ക്ക് ഉണ്ടെന്നുള്ളത് വാസ്തവമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ അംഗീകാരമില്ലാതെ ഇറാൻ ഒമാൻ ധാരണ ഒരിക്കലും പ്രവർത്തനക്ഷമമാകില്ല എന്നത് നിശ്ചിതമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.